നമ്മളങ്ങനെ പത്തമടയിൽ നിന്നും തിരികെ തെങ്കാശി ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ തെങ്കാശി ചെന്നിട്ട് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ തമിഴ്നാട് യാത്രയുടെ അവസാനത്തെ ഭാഗമാണ്. ഇപ്പോൾ ഉള്ളത് വീരവനല്ലൂർ എന്ന് പറയുന്ന ഗ്രാമമാണ്. വീരവനല്ലൂർ തിരുനെൽവേലി ജില്ലയിലെ ഒരു ഉൾഗ്രാമമാണ് വീരവനല്ലൂർ. ഇവിടെ പ്രധാനമായിട്ടും നെൽകൃഷിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്രയിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാമത്തിലും പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നീണ്ടു പരന്ന് നിവർന്ന് കിടക്കുന്ന വലിയ കൃഷിയിടങ്ങൾ, അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ പോലെ തന്നെ നെൽകൃഷി, ഒപ്പം തന്നെ വാഴയുണ്ട്, തെങ്ങുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലായിരുന്നോ പത്തമടപ്പായ ഉണ്ടാക്കുന്ന കോറപ്പുല്ല്? അതെന്താ ഇവിടെ ഈ തോട്ടുറുമ്പിൽ വളർന്നു നിൽക്കുന്നുണ്ടേ. തണ്ടൊന്നുമില്ല, തണ്ടൊക്കെ ഒടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കണ്ടോ, ആ നിൽക്കുന്നതൊക്കെ കോറപ്പുല്ലാണ്. ചെറിയൊരു തോടാണ് ഇതിൽ ഒഴുകുന്നത് കേട്ടോ. ഈ തോട്ടിൽ നിന്ന് ചൂണ്ടയിടാനായിട്ട് 2 പേര് വന്നിട്ടുണ്ടേ. ഇതെന്നാ ശരിക്കും പറഞ്ഞു എന്ത് മീനത്? ഇതെന്നാ മീനത്? ഇതൊക്കെ എന്നാ സൊല്ലുക? വരാലാണോ? ആ, എന്തൊക്കെയോ പറയുന്നുണ്ടേ. ഇത് ജീവനുണ്ടോ? സത്തുപോച്ചാ? ഇവിടെ മഴ പെയ്തപ്പോഴാണ് ഈ വെള്ളം എത്തിയത് കേട്ടോ. ഇവിടെ മഴ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ മഴ തുടങ്ങിയപ്പോഴല്ലേ ഈ ഒരു പ്രദേശത്തൊക്കെ മഴ ആയി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തോടെല്ലാം ഇങ്ങനെ നിറഞ്ഞ് ഇത്തരം വെള്ളമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർ തമിഴ്നാട്ടുകാരല്ല, ഇവർ ബംഗാളിൽ നിന്നുള്ളവരാണ്. ഇവിടെ ഓരോ ജോലിയൊക്കെ ആയിട്ട് ഇവിടെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ നേരെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പശ്ചിമഘട്ടത്തിൻ്റെ താഴെ വരെ എത്താമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലൊരു റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ടല്ലോ. എന്നാ വേല എങ്കിൽ വ്യവസായം നടക്ക്. വ്യവസായം വ്യവസായം എന്ന് പറഞ്ഞാൽ കൃഷി. அது வாழை நெல்லு வாழை. ஓகே நெல்லு வாழை போட்டிருக்கோம். மழை எப்படி இருக்குது? மழை இந்த இப்பதான் ஒரு வாரமா நல்லா இருக்கு. ஒரு வாரமாയിട്ട് மழை இருக்கா? மழை இல்ல. மழை இல்ல. இப்போ ஒரு வாரமா மழை பெய்யுது. மழை இல்லாம ரொம்ப கஷ்டம். இங்க அவ்வளவு வறட்சி கிடையாது. ஓரளவு செழிப்பா இருக்கு. இருந்தாலும் கொஞ்சம் வறட்சி மாதிரி வந்துச்சு. இப்போ மழை பெஞ்சிட்டு. எங்களுக்கு வறட்சியே கிடையாது. கிடையாது. മഴ കിടക്കും. എங்களுக்கு എപ്പോഴും തണ്ണി തണ്ണി സെൽഫിൽ தான் இருக்கும். അതുപോലെ തന്നെ ഇവിടെ ഈ ഗ്രാമത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കുന്നത് പാപനാശം അണക്കെട്ടിൽ നിന്ന്, അതുപോലെ തന്നെ മണിമുത്താർ അണക്കെട്ട്, അങ്ങനെ 2 അണക്കെട്ടുകളിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ തിരുനെൽവേലി ഭാഗത്ത് തന്നെയുള്ള 2 അണക്കെട്ടുകളാണ്. അതുപോലെ തന്നെ അതിലേക്ക് ഉപരി ഇവിടെ മഴ നല്ല രീതിയിൽ ലഭിക്കും. ഇപ്പം നമ്മുടെ കേരളത്തിൽ മൺസൂൺ ടൈമാണല്ലോ. നമ്മുടെ ഈ ഒരു യാത്രയുടെ തന്നെ ഒരു മെയിൻ താരം എന്ന് പറയുന്നത് മഴയായിരുന്നല്ലോ. തെങ്കാശി മുതൽ തുടങ്ങിയ മഴയാണ്. അപ്പം ഈ ഒരു ടൈമിൽ ഇവർക്ക് മഴ ലഭിക്കും. ഇവിടെ അങ്ങനെ വരൾച്ചയൊന്നും സംഭവിക്കുന്ന ഒരു സ്ഥലമല്ല തമിഴ്നാടിൻ്റെ മറ്റുള്ള മേഖലയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷികളൊക്കെ, നെൽകൃഷിയാണെന്നുണ്ടെങ്കിലും മറ്റ് കൃഷികളൊക്കെ വളരെ സമൃദ്ധമായിട്ട് തന്നെയാണ് വളരുന്നത് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ഒരു ലഭ്യത ഉള്ളതുകൊണ്ട് തന്നെ. ഇവിടെ ഈ റെയിൽവേ ക്രോസിന് സമീപം വളരെ മനോഹരമായൊരു പഴയൊരു അമ്പലമുണ്ടേ. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് ചോദിച്ചപ്പോൾ മുപ്പളാതി അമ്മൻ എന്നാണ് പറഞ്ഞത്. ഒരു ദേവിയുടെ ഒരു വിഗ്രഹമൊക്കെ അകത്തുണ്ട്. ഇവിടെ മുന്നിലായിട്ടൊരു ശിവലിംഗമല്ല, ശൂലം കാണാം. ഇതൊക്കെ ഓടൊക്കെ മേഞ്ഞേക്കുന്ന ഒരു അമ്പലം. ഇവിടെ ഇങ്ങനെയുള്ള കുറേ പ്രതിഷ്ഠകളൊക്കെ കാണട്ടെ. എന്താണെന്നൊന്നും അറിയില്ല. ഓരോ ദൈവങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ഈ കണ്ടത്തിനോട് ചേർന്നാണ്. ഞാൻ ഈ റെയിൽവേ ട്രാക്ക് ട്രെയിൻ വല്ലതും വരുന്നുണ്ടെങ്കിൽ ഇത് കാണാമെന്ന് വിചാരിച്ച് ഞാൻ കയറിയതാണ്. അണ്ണാ നിങ്ങളുടെ പേര്? നടരാജൻ. നിങ്ങൾക്ക് എന്നാ വേല? ഇപ്പോഴും ഡ്രൈവറാ? എന്നാ വണ്ടിയാ? ടൂറിസ്റ്റ് ബസ്. 53 வருஷம். 73 டிரைவர். சரி. இன்னைக்கு 2026 53 வருஷம். கேரளா, ஆந்திரா, கர்நாடகா, கோவா, பாண்டிச்சேரி, பாம்பே, கல்கத்தா, ஊட்டி. കേരളത്തിൽ ശബരിമല? ശബരിമല. ആമാ. എത്ര വാട്ടി വന്നിട്ടുണ്ട് ശബരിമല? ഒരു 100 ട്രിപ്പ്. ഇപ്പോഴും ഡ്രൈവിംഗ്? ബസ് സ്വന്തമാ അതോ? അല്ല, ശമ്പളം. പ്രൈവറ്റ്. അപ്പോൾ ട്രെയിനിൻ്റെ ടൈമൊന്നും അറിയില്ല. ജസ്റ്റ് ഇവിടെ ഈ ട്രാക്ക് കണ്ടപ്പോൾ കയറിയതേ ഉള്ളൂ. അല്ലാതെ ട്രെയിൻ വരാനായിട്ട് ഇവിടെ ഒന്നും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. നമുക്കിനി ഒരുപാട് ദൂരം പോകേണ്ടതാണ്. നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ മാക്സിമം കാഴ്ചകളെ കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. കണ്ടോ, അതിൻ്റെ ഉള്ളിലൂടെയാണ് കടന്നു പോയത്. ഇവിടെ ലെവൽ ക്രോസ് സിസ്റ്റം ഒന്നുമില്ല. ഇത് വേണം എല്ലായിടത്തും. ഈ ലെവൽ ക്രോസ്
വരുന്നിടത്തെല്ലാം ഇങ്ങനെ ബ്രിഡ്ജുകൾ പണിയണം. അപ്പോൾ നമുക്ക് ഈ ട്രെയിൻ വരുന്ന സമയത്തൊന്നും കാത്തു കിടക്കേണ്ട ആവശ്യമില്ല. അത് ഈ റെയിൽവേ ട്രാക്കിൽ കൂടെയൊക്കെ ഓരോ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് തലച്ചുമടായിട്ട് പുല്ലൊക്കെ വെട്ടി വീട്ടിലേക്ക് പോകുന്ന ചേച്ചിമാരെയൊക്കെ നമുക്ക് കാണാം. ഇവർ ഈ തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്നത് എന്താണെന്ന് നോക്കുവായിരുന്നു കേട്ടോ. പുല്ല് ഇത് ആട്ടിക്ക് കൊടുക്കാനാ? ഇതെന്നാ പുല്ല ഇത്? ചട്ടിപ്പുല്ലേ? ഇത് എങ്കേന്നാ? ഇത് എங்கே കിടക്കും? കണ്ടെത്തിയെന്ന് കൊണ്ടിരുന്നതാണല്ലേ? അതെ അല്ലേ? ട്രാക്കിൽ കൂടെ ട്രെയിൻ വരില്ലേ? 3 മണിക്ക് വരും അല്ലേ? ട്രാക്കിൽ കൂടെ പോകുന്നു. നോക്കി വേറെ വഴിയില്ല. പാവങ്ങൾ പോണുണ്ടോ? അപ്പോൾ നമ്മൾ തെങ്കാശി ഡയറക്ഷനിൽ വീണ്ടും യാത്ര തുടരുവാണ്. ഈ പോകുന്ന വഴിക്കേ ഒരു കാഴ്ച അത് പല സ്ഥലത്തായിട്ടും കണ്ടു. എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു പാടശേഖരമാണ്. ഇവിടെ നോക്കി ഒരുപാട് ആടുകൾ നിന്ന് മേയുന്ന കണ്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ ഈ പാടശേഖരത്തിൻ്റെ അകത്തായിട്ട് കുറേ വർണ്ണങ്ങൾ കാണാം. അത് ഞാൻ വിചാരിക്കുന്നത് സാരി പോലെ അങ്ങനെ എന്തെങ്കിലും തുണിയുണ്ട് വിരിച്ചിട്ടേക്കുന്നത് കണ്ടോ. അതങ്ങനെ വിരിച്ചിട്ടേക്കുവാണ്. ഞാൻ ഇവിടുന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അത് കണ്ടോ, എന്താണ് സംഭവം? അതായത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല കേട്ടോ. ഇറങ്ങാനുള്ള വഴിയൊന്നുമില്ല. എന്തെങ്കിലും പാകിയിട്ട് വിത്തും എല്ലാം പാകിയിട്ടത് മൂടിയിട്ടേക്കണതായിരിക്കുമോ? ഈ കൊക്ക് അങ്ങനെയുള്ളതൊക്കെ കൊത്തി കളയാതിരിക്കാനായിട്ട്. എന്തായാലും ഇപ്രാവശ്യത്തെ തമിഴ്നാട് യാത്ര തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നൽകിയത്. മഴ പ്രധാന വില്ലനായിട്ട് എത്തിയൊരു യാത്രയായിരുന്നു. ഈ മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കാഴ്ചകളാണ് നമുക്ക് മിസ്സായത്. മഴ ഒരു കാരണം, പിന്നെ ലൈറ്റിങ് പ്രോപ്പർ ആയിരുന്നില്ല. എപ്പോഴും ഇങ്ങനെ ഇരുണ്ട് മൂടിയ ആകാശം ഇപ്പം തന്നെയാണെങ്കിലും കണ്ടില്ലേ. സൂര്യൻ അങ്ങനെ കാണാൻ പോലും ഇല്ല, ഇടയ്ക്കൊക്കെ വരും. നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ ഏറെ സമാനമായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ എവിടെ നോക്കിയാലും ഈ പാടശേഖരങ്ങൾ തന്നെയാണ്. ഇത് നോക്കി ആ ട്രാക്ടർ നിലം ഉഴുതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പുറകെയായിട്ട് കുറേ കൊക്കുകളൊക്കെ കൂടിയിട്ടുണ്ട്. എന്താണ് ഈ കൊക്കുകൾക്ക് ഈ കണ്ടത്തിൽ കാര്യം? ഈ മണ്ണ് ഇളകി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള പുഴു പ്രാണികളൊക്കെ കാണും. അതൊക്കെ കഴിക്കാനായിട്ട് അത് കൂടിയേക്കുന്നതാണ്. കണ്ടോ, എൻ്റെ പുറകെ തന്നെയാണ് പോകുന്നത്. കാക്കയുണ്ട് കേട്ടോ, കാക്കയുണ്ട്. തെങ്കാശി ജില്ലയിലെ ആൽവാർകുറിച്ചി എന്ന ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പഴയൊരു ക്ഷേത്രക്കുളം കാണാവേ. ക്ഷേത്രക്കുളം മാത്രമല്ല, പഴയൊരു ക്ഷേത്രം അവിടെ കാണാം. ഇത് പുരാതന കാലത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രക്കുളം പോലെയുണ്ട് കാണാനായിട്ട്. ഈ ക്ഷേത്രക്കുളം ആണെന്നുണ്ടെങ്കിലും ആ ഒരു ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും ഇവിടെ നോക്കി കുറച്ച് വിഗ്രഹങ്ങളൊക്കെ കാണാം. ചുറ്റും മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. കട്ടയാണ്, ചുടുകട്ട വെച്ചിട്ട്, ചുടുകട്ടയും കല്ലും വെച്ചിട്ടാണ് കെട്ടിയെടുത്തിരിക്കുന്നത്. അത്യാവശ്യം വെള്ളമുണ്ട്. അതിൻ്റെ മധ്യത്തിലായിട്ടൊരു മണ്ഡപമൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പരിപാലിക്കാതെ നിർത്തിയിരിക്കുന്ന പോലെ ഉണ്ട്. ഇതിൽ നടക്കുമ്പം വലിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. താഴെ നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും. അയ്യോ, ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്താണ് ഇങ്ങനെ കിടക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. നമുക്ക് ഈ കുളത്തിലേക്കൊക്കെ ഇറങ്ങാം കേട്ടോ. പടവുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പഴക്കമാണ് എന്നെ ഇവിടേക്ക് ആകർഷിച്ചത് കേട്ടോ. കുറച്ചൊക്കെ ഇങ്ങനെ തകർന്ന് പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒട്ടും പരിപാലിക്കാതെ നിർത്തിയിരിക്കുന്ന പോലെ. നമുക്ക് ആ ഒരു ക്ഷേത്രം കൂടെ ഒന്ന് കാണാം കേട്ടോ. ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ സൈറ്റിൽ നോക്കിയിട്ട് അങ്ങനെ ഒന്നും തന്നെ ലഭിച്ചില്ല. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ച് നോക്കിയാൽ അറിയാം. 100-200 വർഷം പഴക്കമുണ്ടെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. ഗണപതി പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞത്. അതിൻ്റെ മുകളിലൊക്കെ നോക്കി കുറേ വിഗ്രഹങ്ങളൊക്കെ ഒത്തി വെച്ചേക്കുന്നത് കാണാം കണ്ടോ. ഇതൊക്കെ എൻ്റെ ചുറ്റുപാടൊക്കെ നോക്കി ഒട്ടും പരിപാലിക്കാതെ എങ്ങനെ നിർത്തിയേക്കുവാണ്. ഇവിടെ ഉള്ളവർക്കും കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. ഗണപതി പ്രതിഷ്ഠയാണേ. ഇതിൻ്റെ സീലിങ്ങിലൊക്കെ നോക്കി കേട്ടോ, പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. തൂണുകളൊക്കെ കാണാം, കൽത്തൂണുകളൊക്കെ കാണാം. ക്ഷേത്രത്തിലേക്ക് കയറുന്നതിൻ്റെ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ മണ്ഡപം, നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള മണ്ഡപങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. എല്ലാം ഇത് പൂർണ്ണമായിട്ട് കല്ലിലാണ് തോന്നുന്നുണ്ട്. കല്ലാണ് തൂണും അതിൻ്റെ മുകളിൽ കണ്ടില്ല, അതൊക്കെ കല്ലിൻ്റെ പാളികളാണ്. എന്താ കോവിൽ പറ്റി നമുക്ക് ഏതാവത് தெரியுமா? പിള്ളയാർ കോവിൽ എவ்வளோ വർഷം പഴക്കം ഇருக்கு? 200 വർഷം. തെപ്പ. ഇവിടെ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാൽ ഒരു ശിവൻ്റെ അമ്പലം ഉണ്ടേ.
അപ്പോൾ അവിടുന്ന് തേരൊക്കെ അണിയിച്ചൊരുക്കി ഇവിടെ വരുമെന്ന് പറഞ്ഞു കേട്ടോ. ഈ തൈ മാസത്തിൽ ഇവിടെ ഉത്സവം നടത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഈ കുളത്തിൻ്റെ ചുറ്റും അലങ്കരിച്ചിട്ട് ഇവിടെ വലിയ ആഘോഷ പരിപാടികളൊക്കെ നടത്തുമെന്നാണ് പറഞ്ഞത്. ആൽവാർകുറിച്ചി ടൗണാണേ, ചെറിയൊരു ടൗണ്, ഇടുങ്ങിയൊരു ടൗണ്. ഈ ടൗണും അതെ കേട്ടോ, നല്ല പഴക്കമുണ്ട്. ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി വർഷം പഴക്കമുള്ള കാഴ്ചകൾ, അത് അമ്പലങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ടൗൺഷിപ്പിൽ നമ്മളിങ്ങനെ കാണുന്ന കടകളായിക്കോട്ടെ, ഒത്തിരി വർഷത്തെ ഒരു പാരമ്പര്യം നമുക്ക് പറയാനായിട്ടുണ്ട്. അതിൻ്റെ പിന്നിലേക്ക് ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. അതും വേറൊരു കാര്യമാണ്. നമ്മൾ ഈ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കാണുമ്പോൾ അതൊന്നും ആലോചിക്കില്ലെങ്കിൽ പോലും. ഇതേ ഇവിടെ ഒരു കോവിൽ നമുക്ക് കാണാവേ. ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഈ ഒരു പ്രദേശം മൊത്തം ചന്ദനത്തിരികളുടെ ഒക്കെ സ്മെല്ലാണ്. ആ കോവിലിൻ്റെ പേരെന്നാ? ആ ആ ഏതാ? തെരട്ടാളൈ മാടൻ. ആ, അതാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു കോഴീനെ ബലി കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ നോക്കി ഇവിടെ തല മുണ്ടനം ചെയ്യുവാണേ. പിന്നെ വഴിപാടായിട്ട് ഈ അണ്ണൻ ചെയ്യുന്നതാണ്. അണ്ണ ഉങ്ങളുടെ പേര്? ആറുമുഖം. ഇത് എതുക്കാകെ ഇത് നടത്തണേ? കുലദൈവത്തിന് വേണ്ടിയിട്ട് കുരുതി കൊടുക്കണം അല്ലേ? കുലദൈവം. ഇവരുടെ കുലദൈവമാണ്. ഇതിവിടെ പൊങ്കാലയൊക്കെ ഇടുന്നുണ്ടേ. അക്ക ഇതെന്നാ ഇത്? ഇത് പൊങ്കൽ അല്ലേ? പൊങ്കൽ. ഇവിടെ കുറേ പ്രതിഷ്ഠകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ കുരുതി കൊടുക്കുന്നത്. ഇവിടെ കോഴീനെ കട്ട് ചെയ്യാനായിട്ടുള്ളൊരു വാക്കത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. പാവന്തേ ഈ പൂവങ്കോഴിയാണ് കേട്ടോ. അതിനവിടെ കെട്ടിയിട്ടേക്കുവാണ്. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആയുസ്. ഇതെല്ലാ മാസവും നടത്തുവാ? ആ, വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലേ? ഇത് അരിസാ? അത് ரெண்டுமே ரைஸ். அதுக்குள்ள என்ன மிக்ஸ் பண்ணுவாங்க உள்ள? இது இனிமான சுகர். ശർക്കര അല്ലേ? ശർക്കര. ഇത് നെയ്യ്, ശർക്കര, നെയ്യ്. யார் அத்தை? உங்க பெரிய அத்தை காக்கா? ചേട്ടൻ ഈ തൊഴിൽ ചെയ്യുന്നതാ അല്ലേ? കടയുണ്ടല്ലേ? ശരി. ഇങ്ങനെ വേറെ സ്ഥലത്തൊക്കെ നടക്കാറുണ്ടോ ഇങ്ങനെ? നടക്കൂല്ലേ? ഈ കോഴീനെ മാത്രമാണോ? ആടിനെ കൊടുക്കുമോ? അതെ അല്ലേ? ഇവിടെ ഉത്സവം നടക്കുമ്പോൾ ആട് എല്ലാം കൊടുക്കും. ഇനി കുളിക്കുവോ? കുളിച്ചിട്ട് വരുമോ? അപ്പോഴണ്ണൻ കുളിക്കാനായിട്ട് പോയേക്കുവാണേ. ഇതിങ്ങനെ ഒരു റോഡ് സൈഡിലാണ് കേട്ടോ ആ അമ്പലം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ അവരുദ്ദേശിച്ചൊരു കാര്യം നടന്നതിൻ്റെ പ്രത്യുപകാരമായിട്ട് ചെയ്യുന്നതാണ്, ഇങ്ങനെ കുരുതി കൊടുക്കുന്നതാണ്. അതിപ്പോൾ കോഴീനെ കൊടുക്കും, ആടിനെ കൊടുക്കും. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ നേർച്ചയില്ലേ കുട്ടികളുണ്ടാകാനായിട്ട്, അതുപോലെ തന്നെ അവർ ഉദ്ദേശിച്ച കാര്യം നടന്നതിൻ്റെ ഒരു ഫലമായിട്ട് ബലി കൊടുക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ പണ്ടുണ്ടായിരുന്നു ഈ കോഴിവെട്ടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എപ്പോഴും ഉണ്ടോ, നടക്കുന്നുണ്ട്. എന്നാലും തമിഴ്നാട്ടിൽ ഇത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ശ്മശാനമാണേ. ഇതുണ്ടോ, ഇവിടെ മൃതദേഹം കൊണ്ട് അടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ചുടുകാടാണിത്. ആ ചുടുകാടിനോട് ചേർന്നാണ് ആ അമ്പലമുള്ളത്. ഉണ്ട് അവിടെയൊക്കെ നമുക്ക് കാണാം. അവിടെയൊക്കെ ആളുകളൊക്കെ അടക്കിയേക്കുന്ന മൃതദേഹം അടക്കം ചെയ്തേക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ അമ്പലം. അന്തരീക്ഷമൊക്കെ അങ്ങ് മാറിയിട്ടോ, നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ആ കാറ്റ് വീശിയപ്പോഴത്തേക്കും കത്തിച്ച് വെച്ചേക്കുന്ന ചന്ദനത്തിരികളുടെ ഒക്കെ ഗന്ധം ഈ അന്തരീക്ഷത്തിൽ ആകെ അങ്ങ് പടരുകയാണ്. ഒരു വല്ലാത്തൊരു മൂഡാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ണാ എന്താ കോഴി വെട്ടിയിട്ട് നിങ്ങൾക്ക് സാപ്പിടുവാ? വീട്ടിൽ കൊണ്ടുപോവാ? പക്കവാ? വീട്ടിൽ ആരൊക്കെ ഇരിക്കേ? നിങ്ങൾ 3 പേരും? വീട്ടില് இது எதுக்கு அவங்க செய்யணும்? எதுக்காக இது? சும்மா ஒரு மொட்டை போடுறாங்க குடும்பத்து கோயில்ல ஒரு மொட்டை போட ஒரு நேர்த்திக்கிறோம். அதுக்கு எந்த ஏதாவது காரணம் இருக்கா? ஆமா,
അല്ല ഏതാவது കാരണം இருக்கா ഇതിങ്ങനെ ചെയ്യാ உடம்பு நல்லா ഉടമ്പ് നല്ല ആവാനായിട്ട്? ആ ശരി. അപ്പോൾ പൊങ്കാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ച ശേഷമാണ് ഈ കോഴീനെ വെട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ ആരറക്കുമെന്ന് പറഞ്ഞ് തർക്കം നടന്നുകൊണ്ടിരിക്കുവാണേ. ചടങ്ങുകൾ അവസാനിച്ചിട്ടില്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുവാണേ. ഈ കോഴീനെ കട്ട് ചെയ്ത ശേഷം എന്തോ പൂജകളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അവരുടെ ദൈവത്തിന് വേണ്ടിയിട്ട്. ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു കുപ്പി മദ്യം ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രതിഷ്ഠകളുടെ മുന്നിലായിട്ട് സമർപ്പിക്കുന്നുണ്ട്. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളൊന്നും അല്ല കേട്ടോ, ദൈവങ്ങളുടെ രൂപങ്ങളൊന്നും അല്ല. നമ്മൾ ആദ്യം ആ അമ്പലത്തിൽ കണ്ട പോലെ തന്നെയുള്ള ഇങ്ങനെ സ്തൂപങ്ങൾ മാതിരി ഉള്ളതാണ്. അത് പ്രധാന അമ്പലത്തിനോട് ചേർന്നാണ് ഉള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്, ഈ കോഴിവെട്ടും പൂജയൊക്കെ നടത്തുന്നത്. അപ്പോൾ അത് അവരുടെ കുടുംബ കോവിലാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്ന ഒരു പൂജയാണ്. നമ്മൾ വന്നപ്പോൾ ഏതാണ്ട് പകുതി ആയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വന്ന ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ കോഴീനെ അറുത്തത്. അതുപോലെ തന്നെ സാധാരണയായിട്ട് പൂവൻകോഴീനെയാണ് ഇങ്ങനെ കുരുതി കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ കഴുത്ത് കട്ട് ചെയ്ത് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ പ്രാണം പോയി. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, വെട്ടിയ ശേഷം അണ്ണൻ്റെ മുഖത്തുള്ള ഒരു പ്രസാദം, ഒരു സന്തോഷം, താൻ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ തെങ്കാശിക്ക് 15 കിലോമീറ്റർ മുൻപിലായിട്ടുള്ളൊരു സ്ഥലമാണ്, കടയെന്ന് പറയും. ഇവിടെ ഒരു നാട്ടുചന്ത, ഒരു തനി ഗ്രാമീണ ചന്ത നടന്നുകൊണ്ടിരിക്കുകയാണ്. ചന്തയുടെ വിശദമായിട്ടുള്ള കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ കുറേ ചന്തകളുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത്, എങ്കിലും ഇതിവിടെ കണ്ട സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ഓടി കണ്ടിട്ട് എന്തൊക്കെയാണോ ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാം. ഇവിടെ കയറിയപ്പോൾ തന്നെ കാണാം സമോസയൊക്കെ പൊരിച്ച് വെച്ചേക്കുന്നത് കാണാം. ഇവിടെ ഫ്രൂട്ട്സ്, മാമ്പഴം, അതുപോലെ ഈ ഒരു സൈഡിൽ പച്ചക്കറികളാണ്, പച്ചക്കറികൾ ഐറ്റംസൊക്കെയാണ് വിൽക്കുന്നത്. തനി നാടൻ ചന്തയാണ്, തനി നാടൻ ചന്ത. ഇതൊരു ടൗൺ പ്രദേശം ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ ചന്തയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വൈകിട്ട് 6:30ക്കാണ് ഈ ചന്ത തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് 6:30 ചന്ത ജസ്റ്റ് ആരംഭിച്ചിട്ടേ ഉള്ളൂ, എല്ലാം ഇവരെടുത്ത് വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഒന്നും ഉള്ള ചന്തയല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാം ഈ കരിമ്പനകൾ നിൽക്കുന്നില്ല, ഇതൊക്കെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയിലൊക്കെ വന്ന് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഇത് എത്ര മണി വരെ ഇருக்கு? 11 മണി വരെ. ഇവിടെ ബേക്കറി പലഹാരങ്ങൾ, മൊത്തം ബേക്കറി പലഹാരങ്ങളാണേ. ബണ്ണ്, റസ്ക്, അച്ചപ്പം, ബിൽക്കുഷ്, ബ്രെഡ്, അതുപോലെ ചിപ്സ് ഐറ്റംസ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസമാണ്? എല്ലാ ദിവസവും ഇരിക്കുക? എല്ലാ ദിവസവും ഡെയിലി ഇരിക്കുക? ഡെയിലി ഇല്ല, ഫ്രൈഡേ മട്ടും. ഇവിടെ പാനിപ്പൂരി, പൊട്ടറ്റോ ഫ്രൈ, നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ കാണുന്ന പോലെ ഒരു കടയൊക്കെ ഇട്ടിട്ടുണ്ടേ. ടോയ്സ്, പിന്നതെ വളമാല, ലേഡീസ് ഐറ്റംസ്, പാത്രം, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഫാൻസി ഐറ്റംസ് അല്ലേ. ഉള്ളി, കിഴങ്ങ്, സവോള, പച്ചക്കറികൾ. അപ്പോൾ ഈ ചന്ത ഡെയിലി ഇവിടെ ഇല്ല കേട്ടോ, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ചന്ത ആക്റ്റീവ് ആയിട്ടില്ല, ഇതെല്ലാം കൊണ്ട് ഇവർ നിരത്തി വെക്കുന്നേ ഉള്ളൂ. രാത്രി വരണം, രാത്രിയാണ് ഇവിടുത്തെ ഒരു ടൈം എന്ന് പറയുന്നത്. 11 മണി വരെ ഈ ചന്തയുണ്ട്. ഈ ടേബിളിലൊക്കെ ഐറ്റംസ് വരാനുള്ളതാണ്, അതിൻ്റെയാണ് ആ വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നത്. അങ്ങനെ ഇവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ വിലകളൊന്നും അങ്ങനെ ചോദിക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ എല്ലാ വീഡിയോയിലും അതിൻ്റെ വില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നില്ല, അപ്പം വലിയ വ്യത്യാസമൊന്നും കാണുമൊന്നുമില്ല. അതുമല്ല ഇവർ ഇത് തുടങ്ങുന്നേ ഉള്ളൂ, അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും, എല്ലാം അഴിച്ചു വെക്കുന്നേ ഉള്ളൂ. ഈ വെളുത്തുള്ളി കണ്ടാൽ വാങ്ങിക്കാൻ തോന്നും. വെളുത്തുള്ളി എന്നാ വില? 300 1 കിലോ. ഇതെന്നാ കഴുകിയെടുത്താണോ ഒക്കെ? അത് ഒരു മണ്ണ് പോലില്ലല്ലോ. ഓക്കെ, അതിൻ്റെ പുറമേ ഉള്ള തൊലിയെ കളഞ്ഞ് കഴുകില്ല. ഓക്കെ കഴുകില്ല, ഞാൻ പറഞ്ഞില്ല. കണ്ടപ്പോഴേ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്ന പോലെ തോന്നി, നല്ല തൂവെള്ള കളറിൽ. കണ്ടില്ല, അത് 2 തരത്തിലുള്ളതുണ്ട്, വലുതുമുണ്ട് ചെറുതുമുണ്ട്. പിന്നെ ഉള്ളി എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള, കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇത് വെളുത്തുള്ളി എങ്ങനെയാ പറഞ്ഞത്? മാർക്കറ്റിൽ നിന്നല്ലേ? എങ്ക പക്കവാ?
എല്ലാം വില കുറവാ, വില കമ്മിയാ അതോ ജാസ്തിയാ? ആ വില ജാസ്തിയാന്നാ പറയുന്നത് കേട്ടോ. സ്റ്റീൽ പാത്രങ്ങൾ വേണ്ടല്ലോ, ഇത് ഹോട്ടലുകളിലൊക്കെ തൂക്കുകറി എടുക്കുന്ന പാത്രം. ആ സ്റ്റീൽ പാത്രങ്ങളുണ്ട്, അലുമിനിയം പാത്രങ്ങളുണ്ട്. ഇവിടുത്തെ ഇതിൻ്റെ അകത്ത് ഈ ബാസ്ക്കറ്റിനുള്ളിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. കപ്പുണ്ട്, ചെറിയ ചോറ്റത്ര ഉണ്ടല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചോറ്റുപാത്രത്തിൻ്റെ അകത്ത് ഇത് വയ്ക്കുമായിരുന്നു, ചമ്മന്തിപ്പൊടി അങ്ങനെ ചെറിയ കറിയൊക്കെ വെച്ചിട്ട് അടച്ചു കൊട്ടുമായിരുന്നു. അതുണ്ട്, ഗ്ലാസ് ഉണ്ട്, അരിപ്പയുണ്ട്, അങ്ങനെ അല്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. തവി, സ്പൂണ്, പ്ലാസ്റ്റിക് കുപ്പികൾ, പാത്രങ്ങൾ. ഇവിടെ മിഠായികൾ, മൈസൂർ പാക്ക്, തേൻമിഠായി, കട്ടിമിഠായി. എൻ്റെ അമ്മ പണ്ടത്തെ കട്ടിമിഠായി, ഇതൊക്കെ എന്തോരം വാങ്ങിച്ചിട്ടുണ്ട്. കട്ടിമിഠായി നൊസ്റ്റാൾജിയ തോന്നുന്ന മിഠായികളൊക്കെ ഉണ്ടേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ ഒരു അമ്പലം കാണാം, ഒരു കൂറ്റൻ പാറ. കരുവാട്. ആ ആ ഉണക്കമീൻ. ആ ഉണക്കമീൻ കണ്ടില്ല അതെ. ഓ ഇങ്ങനെ അതെ വലിയ മീനൊക്കെ ഇത്ര. എൻ്റെ പോണ്ട് ഇത് എന്ത് മീനാണ് ഇത്? പാറമീൻ, വലിയ മീൻ. ഇതൊക്കെ ഉണങ്ങി വയ്ക്കും അല്ലേ? ഇത്രയും വലിയ മീനൊക്കെ ഉണങ്ങിയത് നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുമോ? ഇത് ആ മീനിൻ്റെ വലുപ്പം നോക്കി. ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ മാമ്പഴം അടുക്കി വെച്ചേക്കുന്ന നോക്കി, എത്ര ഭംഗിയായിട്ടാണ് നോക്കി. ചക്ക എന്നാ വില എന്നാ? ആ ആ ഇതെന്നാ വില? 30 രൂപ. ആ ഒരു 30 രൂപയ്ക്ക് എടുത്തു. ആ 30 രൂപയ്ക്ക് നല്ല പഴം പരിക്കാം. കാക്കിന് എത്ര പീസ് വരും? അതേ ഉള്ളോ? അര കിലോ വെച്ചു. ഇതെവിടെ എങ്ങനെ വന്നത് ചക്ക? അതെങ്ക പക്കവാ? കടലൂർ മാവട്ടം. ആ ആദ്യത്തെ വീഡിയോയിലും കണ്ടായിരുന്നല്ലോ ചക്ക വറക്കാനായിട്ട്. ഈ ചക്ക ഒരു ലോഡ് കയറ്റി തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കട്ടെ. ഒന്ന് ആലോചിക്ക്. താങ്ക് യു. ചന്തയിൽ ശരിക്കും തിരക്ക് വന്നാലാണ് കാണാനൊരു രസമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ ഈ ഗ്രാമത്തിൽ ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവരെ ഉദ്ദേശിച്ച് നടത്തുന്ന ചന്തയാണ്. പിന്നെ ഈ റോഡിലൂടെയൊക്കെ പോകുന്നവർ ഇവിടെ ഇറങ്ങി ഈ ചന്ത കാണുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമായിരിക്കും. രാത്രി പ്രത്യേക രസമായിരിക്കും കേട്ടോ. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റുകളെല്ലാം തിരഞ്ഞിട്ട് ഒരു ഉത്സവപ്പറമ്പിലേക്ക് കയറുന്ന പോലെ ആയിരിക്കും അല്ലേ? ചെറിയൊരു ചന്തയാണ്. ഇവിടെ സമോസ ഉണ്ടാക്കി വറക്കാൻ പോവുകയാണേ. ഇത് വീട്ടിൽ നിന്ന് റെഡി പണി കൊണ്ടുവരുവാ മസാല ഒക്കെ. ആ പാനിപൂരിയുടെ പൂരി വറുത്തോണ്ടിരിക്കുന്നത് ഉണ്ടാവും. ഒരു വീട്ടിലുള്ളവരാണേ. വീട്ടില് അക്കയുടെ ഇത് കൊളന്താ? ചാർ ബേബീസ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ? തമിഴ്. ഓക്കെ. ഞാൻ മലയാളി. ആ ഒരു TVS Xൽ നിറയെ മിഠായികൾ, അതുപോലെ സ്പൈസസ്, ജീരകം, അങ്ങനെയുള്ള മസാലകളൊക്കെ അത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നുണ്ടോ. ഇത് ഇവിടെ ചെരുപ്പുകൾ. അപ്പോൾ ഇത് നിസാര ചന്തയിലാണ്. ഇതൊരു ചെറിയ ചന്തയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പം എല്ലാം ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം തന്നെയാണ് നമുക്ക് ഇത്രയും ഐറ്റംസ് ഇവിടെ നിരത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം എല്ലാം കൂടെ എടുത്തു വയ്ക്കുമ്പോഴത്തേക്കും എന്നതായിരിക്കും അല്ലേ? ഇവിടെ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർ ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ളവരാണ്. അതൊക്കെ ചെറിയ പിള്ളേർ മുതൽ ഒത്തിരി പ്രായമായിട്ടുള്ളവർ വരെ ഒരുമിച്ച് കച്ചവടം ചെയ്യുന്നൊരു ചന്ത. ഒരു മടിയില്ല ഇവർക്ക്. പ്രായഭേദമന്യേ ജോലി ചെയ്യുന്നതിന് ഒരു മടിയില്ല തമിഴ്നാട്ടുകാർക്ക്. അപ്പം നേരെ ഇരുട്ടാവാനായിട്ട് പോവാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ച് അവിടെ ഇറങ്ങാനായിട്ട് നിൽക്കുന്നില്ല. നേരെ തെങ്കാശി ചെല്ലണം. അവിടെ നേരെ വീട് പിടിക്കണം ഉള്ള നേരത്തെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്രാവശ്യത്തെ തമിഴ്നാട് യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്.